കേരളത്തിലുള്ള ജനങ്ങൾക്ക് 100% ലിറ്ററസിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സുരേഷ് പുള്ളിക്കാരനെ ഈ റീസെന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ സങ്കടം വന്നു. വേറൊന്നും അല്ല, പുള്ളിക്കാരൻ നെയ്യാറ്റിൻകരയിലെ ഒരു ടീച്ചറിന്റെ വീട്ടിൽ പാമ്പിനെ പിടിക്കാൻ പോയി. ഏകദേശം ഒരു 5-6 മണിക്കൂറത്തെ പരിശ്രമം ഉണ്ടായിരുന്നു ആ പാമ്പിനെ പിടിക്കാൻ. പുള്ളിക്കാരൻ ദാഹിച്ചപ്പം ഒരു തുള്ളി വെള്ളം ചോദിച്ചു. ആ വെള്ളം ചോദിച്ചപ്പം ആ വീട്ടിലുള്ള ആ ടീച്ചർ അല്ലെങ്കിൽ ആ പ്രിൻസിപ്പാൾ വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാത്റൂമിൻ്റെ ഉള്ളിലെ ബക്കറ്റ് ചെയ്യുന്ന ഒരു കപ്പിലാണ് പുള്ളിക്കാരന് വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തത്. അപ്പോൾ ആ വീട്ടിൽ പണിക്ക് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു, മോനെ വാവേ നീ ആ വെള്ളം കുടിക്കല്ല്, അവർ ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്നാണ് വെള്ളം എടുത്തുകൊണ്ട് വന്ന മോനെ നീ അത് കുടിക്കല്ലെന്ന് പറഞ്ഞു. അപ്പം ഈ മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമുണ്ട്, ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് മനുഷ്യന്മാർക്കുള്ളിൽ. അപ്പോൾ പുള്ളിക്കാരനെ ആ പിടിക്കാൻ പോയ ആ പാമ്പിനെക്കാട്ടിയും വിഷമാണ് ആ വീട്ടിലുള്ള ആ ടീച്ചർ അല്ലെങ്കിൽ 4 അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന അവരെ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ ആ പാമ്പിനെക്കാട്ടിയും വിഷമുണ്ട് അവരെ ഉള്ളിൽ, മനസ്സിൽ. ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പം കൊണ്ട് കൊടുത്തത് കക്കൂസിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യുന്ന പാത്രത്തിൽ. അപ്പം ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കാത്ത, അല്ല മനസ്സിലാക്കേണ്ട എന്താണ് ഇതിൽ നിന്നൊക്കെ? മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിക്കണം. അത് അല്ലാത്ത പക്ഷം ആ പുള്ളിക്കാരൻ പിടിക്കാൻ വന്ന ഈ പാമ്പിനെക്കാട്ടിയും വിഷമാണ് നിങ്ങളെ ഉള്ളിൽ. ഞാൻ കൂടുതൽ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാലേ പറഞ്ഞിട്ട് കാര്യമില്ല. 100% ലിറ്ററേച്ചർ എന്നൊക്കെ പറയുന്നത് വെറുതെ മനുഷ്യനാവാൻ പഠിക്കാതെ